ഇന്നലെ സിനിമാ നടൻ വന്നിട്ട് പോയതിന് ശേഷം ഒരു പകപ്പുണ്ട് മാഡത്തിന്. നാളിതുവരെ കരിഞ്ഞ മത്സ്യകന്യകനുമായിട്ട് ഒരു ടേമില്ലായിരുന്നു. പുള്ളിക്കാരനെ ഇൻസൾട്ട് ചെയ്യുക, പുള്ളിക്കാരനെ കളിയാക്കുക, പുള്ളിക്കാരനെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെയെല്ലാം ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന മാഡത്തിന് ഇന്നലെ നമ്മുടെ ജോജോ പേര് ജോസഫ് എന്ന് വയ്ക്കാം, ഓക്കെ, അദ്ദേഹം വന്നിട്ട് പോയതിന് ശേഷം മനസ്സിലായി ആള് ചെറിയ മീനല്ല, ഇച്ചിരി വലിയ മീനാണ്, കരിഞ്ഞ മത്സ്യകന്യകനല്ല, സ്വർണ്ണ മത്സ്യകന്യകനാണെന്നൊരു ചെറിയ ബോധം പുള്ളിക്കാർത്തിക്ക് ഉണ്ടായിട്ട്. അപ്പോൾ രാത്രി അവരാണ് അപ്പോൾ ആ ഒരു റൂമിലുള്ളത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാർത്തി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മുല്ലപ്പൂ, അതായത് സെട്ടാ എനിക്ക് മുമ്പ് ഒരു ലവർ ഉണ്ടായിരുന്നു. ആ ലവർ, അതായത് അയാൾ നല്ല മനസ്സിനാണ്, അയാൾ വളരെ നന്നായിട്ട് തന്നെ കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഇവള് മുൻ ലവർ എന്ന് പറയുമ്പോൾ അത് സിയാദായിട്ട് ഒരു ഉന്നാക്കായിട്ട് വരും എന്നൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്. അത് സിയാദ് ഉന്നാക്കായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം രണ്ടുപേരും അവകാശപ്പെടുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇവരുടെ ലവറായിരുന്നെന്നാണ്. അതിൽ ഏതോ ഒരു ലവറിനെ പറ്റി നന്നായിട്ട് പറയുന്നുണ്ട്. അത്യാവശ്യം സ്ക്രീൻ സ്പേസ് ജിൻഡോയ്ക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു ചെറിയ തിരിച്ചറിവ് പുള്ളിക്കാരത്തിക്ക് ഉണ്ടായി. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് പുള്ളിക്കാരനോട് കുറച്ച് കൂടുതൽ എടുക്കാൻ പറ്റത്തില്ല. ആ ഈഗോ അങ്ങോട്ട് സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്ത്, ഒരു ഇൻസൾട്ട് ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും പിടിച്ചെടുത്തിട്ട് ഒരു സംസാരം. അപ്പോൾ പാതിരാത്രിക്ക് അത്യാവശ്യം പറഞ്ഞു കൊടുക്കുകയാണ് ജിൻഡോയോട്. ജിൻഡോയ്ക്ക് ഗോസിപ്പൊക്കെ കേൾക്കാൻ വലിയ താല്പര്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരായിരുന്നാലും എൻ്റെ മുൻപുള്ള എൻ്റെ പ്രണയിതാവ് വളരെ നല്ല മനുഷ്യനായിരുന്നു. എന്താണ് എന്നോട് പിണങ്ങിയെന്ന് അറിഞ്ഞൂടാ എന്ന്. അയ്യോ, നിനക്കറിയില്ല എന്താണെന്ന്. അബ്ചലിക്കുക്കായെ കണ്ടപ്പം നീ കളം മാറ്റി ചവിട്ടി. വെളുപ്പിനെ വെളുക്കുന്നത് വരെ അബ്ചലിക്കുക്കായുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഉന്നാക്കാക്ക് ടെൻഷൻ വന്നെന്ന് ഉന്നാക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഉന്നാക്ക പറഞ്ഞ റീസൺ. ഷിയാദ് കുക്ക പറഞ്ഞ റീസൺ ഉന്നാക്കയ്ക്കുമായിട്ട് നിനക്ക് ഈ ലിങ്ക് വന്നപ്പോഴത്തേക്കാണ് ഷിയാദ് വിട്ടിട്ട് പോയിരുന്നു. ഇതൊക്കെ നമ്മൾ പറയുന്നതല്ല, അവർ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇനി അയാൾ ആണോ ഇയാളെ ആണോ നീ ഉദ്ദേശിച്ചെന്നറിയില്ല. ഏതായാലും നിങ്ങൾക്ക് ഗുഡ് വിൽ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. രണ്ടുപേരിൽ ഒരാൾ ടോസ് ഇട്ട് എടുത്തോളൂ. നിങ്ങളുടെ ആരിൽ ഒരാളുടെ ആയാലും അവൾ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വളരെ നല്ല മാന്യ വ്യക്തിത്വങ്ങളാണ്, നിങ്ങൾ വിവാഹം കഴിക്കുന്ന പെൺകുട്ടികൾക്ക് സ്വർഗീയ സുഖം കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന്. ഇവരാരും ഒത്തില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. തോലടിച്ചിട്ടതാ. അപ്പം ചാൻസ് ഉണ്ട്. ആ ചാൻസ് ആണ് സിയാദാണ് ഇത് എടുത്ത് പറഞ്ഞത്. കാരണം ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നത് ടാങ്കോയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പം ആ സമയത്ത് സിയാദിനെയും ബാക്കിയുള്ളവരെയൊക്കെ കൊണ്ടുവച്ചിരുന്ന ഇവർ വീഡിയോ ചെയ്ത സമയത്ത് സിയാദ് വന്നിരുന്നുണ്ട്. അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുത്തത് എന്തിനാണെന്ന് സിയാദിൻ്റെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, പെട്രാ ബോക്സ്. അപ്പോൾ സിയാദ് അയാളോട് പറഞ്ഞെന്താ, എടാ പിന്നെ അവൾ തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന്. അപ്പോൾ പ്രതീക്ഷയ്ക്ക് നിങ്ങൾക്ക് വീണ്ടും വകയുണ്ട്. കാരണം ഇവരെ എല്ലാം ഒഴിവാക്കി നിങ്ങളിലേക്ക് തന്നെ അവൾ റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉന്നാക്കിക്ക് മുമ്പുള്ള സിയാദുമായിട്ടുള്ള ഈ ഇൻസ്റ്റാഗ്രാമിലെ മൽപ്പിടുത്തമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചത്. ഏതായാലും രണ്ടുപേരിൽ ഒരാളാണ്. വീണ്ടും ഒരു എന്താ പറയുക, ക്ലാരിറ്റി ഇല്ലായ്മ ആ സാധനത്തിൽ നമുക്ക് ഇട്ട് തന്നിട്ടുണ്ട്. സംഭാഷണ മധ്യേ അടുത്ത സംസാരം വരുന്നുണ്ട്. ആക്ച്വലി കുക്കായി അവർക്ക് ചെറുതായിട്ട് പരിചയമുള്ളൂ, മൈന്യൂട്ട് പരിചയം, ചെറിയ പരിചയം. അപ്പോൾ ഒരു ബൊമ്മ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതെന്തിനാണെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ഈ ബൊമ്മയെ കൊടുത്തു, മാല കൊടുത്തു, മോതിരം പോകുന്ന സമയത്ത് റസ്മിൻ്റെ കയ്യിലേക്ക് ഊരി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പിന്നെ ഉടുപ്പ് കൊടുത്തു വിടുന്നു. ഒരാളുടെ ഉടുപ്പൊക്കെ കൊടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അയാളുടെ പ്രസൻസ് അടുത്ത് കിട്ടണമെന്നാണ്. ഈ മണ്ടന്മാരെ പിള്ളേരെ എന്തോ ചെയ്യാനാ? എൻ്റെ പൊന്നു പിള്ളേരെ, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികളെ നിങ്ങളെ മണ്ടരാക്കാൻ ഈസി ആയിട്ട് സാധിക്കുമെന്നാണ് ഈ പെണ്ണ് ഈ ഒരു ഡ്രാമയെ കൂടെ തെളിയിക്കുന്നത്. നിങ്ങൾ ഇനി മണ്ടരായി തന്നെ തുടരും എന്നുള്ളതിൻ്റെ തെളിവാണ്. ഏതായാലും ആക്ച്വലി കുക്കായിട്ട് വലിയ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ഇരുന്നപ്പോൾ അവൻ വന്ന് വെറുതെ പെണ്ണ് കണ്ടിട്ട് പോയെന്ന്. പക്ഷെ അഫ്സലിൻ്റെ ഉമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. മുന്നാക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാതലായ കാരണം അബ്ചലിക്കുക്ക ആണെന്നും അബ്ചലിക്കുക്കായെ വളച്ചു പിടിച്ച് വെച്ചിട്ടുണ്ടെന്നും അബ്ചലിക്കുക്ക അവളെ കെട്ടുകളെന്ന് നിർബന്ധം പിടിച്ചുവെന്നും അങ്ങനെ എനിക്കത് താല്പര്യമില്ല എന്നും ഒക്കെ പറയുന്നിടത്ത് ആ ഉമ്മ വന്ന് അവിടെ എൻഗേജ് ചെയ്യണമെങ്കിൽ മോള് സമ്മതം മൂളത് നടക്കൂ? നിങ്ങൾ തമ്മിൽ അങ്ങനെ ലിങ്ക് ഇല്ല വെച്ചാൽ അങ്ങനെ നടക്കൂ? പിന്നെ എനിക്കൊരു സംശയമുണ്ട്. കാരണം എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ കാര്യം പറയുമ്പം അവൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് പ്രേമിച്ച് എന്നെ കല്യാണം കഴിക്കണം. അപ്പോൾ പ്രണയത്തിലേക്ക് ഉള്ള വഴിയായിരിക്കാം പുള്ളിക്കാരത്തി ഗപ്രി ഉദ്ദേശിച്ചത്. പക്ഷെ ചപ്രി പിടികൊടുത്തില്ല. കാരണം ചപ്രിക്ക് ആസ്ട്രേലിയൻ കണ്ട ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ചപ്രി അതിനകത്ത് എൻഗേജ്ഡ് ആണ്. അപ്പോൾ ചപ്രി അതിനകത്ത് അങ്ങോട്ട് പോവുകയുള്ളൂ. പിന്നെ ഈ വൃത്തിയില്ലായ്മ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. പബ്ലിക്കിൻ്റെ മുമ്പിൽ നന്നായിട്ട് ഓപ്പൺ അപ്പ് ആയിപ്പോയി. എനിവേ, ഈ ഒരു കാര്യം വീണ്ടും റിപ്പീറ്റഡ്ലി ഇത് ജിൻഡോയോട് പറയണം. നിങ്ങൾക്ക് തോന്നിയത് ജിൻഡോയുടെ അടുത്ത് പറയണം? ജിൻഡോയ്ക്ക് ഇതിൻ്റെ അപ്പുറം അറിയാം അവളെ പറ്റി. ഇത് നമ്മളോട് പറയണതാ, മനസ്സിലായില്ലേ? ഇത് ഒന്ന് പുറത്തേക്ക് എത്തി എല്ലാവരും ഇതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്ത് അവൾ ഉള്ളിലുള്ള ആ നന്മയെ, അതായത് തന്നെ തേച്ചിട്ട് പോയ കാമുകനെ പോലും അവൾ കൺസിഡർ ചെയ്യുന്ന വിധം
നമ്മളിലേക്കൊന്ന് എത്തിച്ചേരുകയാണ്. അപ്പം നമ്മളൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ട് കേട്ട് അവളുടെ ആ നന്മ മരത്തിനെ നമ്മളൊന്ന് ആക്കണം. ഈ നന്മ മരത്തിന് വേറൊരു ക്വാളിറ്റി ഉണ്ട്, അറിയാമോ? അവളെ തല്ലിയ റസ്മിനോട് പോലും അവൾ മാപ്പ് കൊടുത്തു, ക്ഷമിച്ചു. ആഫീസിക്കടുത്ത് പോയി പറഞ്ഞു, കുക്ക 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ പുറത്താക്കിയാൽ മതി, ഇന്ന് തന്നെ പുറത്താക്കിയാൽ എന്നെ നാട്ടുകാരെടുത്ത് ഉടുക്കും. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ പുറത്താക്കി കൊടുത്തു റസ്മിനെ. റസ്മിനോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് PR ടീം കിടന്ന് അലയ്ക്കുന്നുണ്ടായിരുന്നു. ഈ PR ടീമിനോട് ഞാനൊരു സംശയം ചോദിക്കട്ടെ, ചെയ്യാം. പുറത്തുള്ള കാര്യം പറയാൻ പാടില്ല എന്ന് പറയുന്ന ബിക്കോസ് ഈ റസ്മിൻ്റെ കേസിൻ്റെ അകത്ത് ഇത്രയും നല്ലൊരു തീരുമാനമെടുത്ത ബിക്കോസ് ഇവൾ അസ്ലാം ആളിയെ പറ്റി അതിനകത്ത് പറഞ്ഞത് കേട്ടില്ലായിരുന്നു. പേര് പറഞ്ഞില്ല എന്നതൊഴിച്ചാൽ അസ്ലാം ആളിയെ കുളിച്ചു ഒരുക്കി മേക്കപ്പ് ഇട്ട് ടിക്കറ്റ് വിസയൊക്കെ എടുത്ത് UK പറഞ്ഞു വിട്ട ഇവളാണെന്നും അവളൊരു ദുഷ്ടത്തിയാണെന്നും അവൾ ഉപദ്രവിച്ചതാണെന്നും ഒക്കെ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇത്രയും ക്ഷമാശീലയായ, എല്ലാവരോടും ക്ഷമിക്കുന്ന, അത്രയും അധികം നന്മമരമായ ജാസൂട്ടിക്ക് അസ്ലയുടെ പേര് പറയാതെ അസ്ലയെ എടുത്തു വെച്ച് ഊക്കാൻ പറ്റുമായിരുന്നോ? ആ പേര് പറയാതെ പറഞ്ഞതിനകത്ത് ബാക്കിയുള്ളവർ എടുത്തു വെച്ച് പറയുന്നത് അസ്ലയാണെന്ന് എല്ലാവർക്കും അറിയാം. ആണോ ഇല്ലയോ? അസ്ല അതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും കൃത്യമായിട്ട് അസ്ലയ്ക്കിട്ട് താങ്ങിയോ? അപ്പോൾ വർഷങ്ങളായിട്ടുള്ള പരിചയങ്ങളും വർഷങ്ങളായിട്ടുള്ള അപമാനങ്ങളും വർഷങ്ങളായിട്ടുള്ള വ്യക്തി വൈരാഗ്യങ്ങളും ഒന്നും മറക്കുന്ന മോളല്ല ജാസു എന്ന് നന്മമരൻ ജാസുവിൻ്റെ റിയാലിറ്റി അവിടെ വെളിവായില്ലേ? ഇനി എൻ്റെ കേസ് എടുക്കാം. ഞാൻ അറിയുക പോലും ഉണ്ടായിരുന്നില്ല ഇവളാണ് എനിക്കിട്ട് പണിതെന്ന്. എനിക്ക് എപ്പം മനസ്സിലായെന്നറിയോ? കടപ്പുറം കക്കൂസിൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കുക മാഡം, ഫോണ് വിളിച്ച് മുഖം കാണിക്കാം, ഫോണ് വിളിച്ചിട്ട് ഈ സാധനം കാരണം എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു. പിന്നെ ഈ സാധനമല്ലേ 3-4 തേച്ചത്, ഈ സാധനമല്ലേ ടാങ്കോയിൽ കൊണ്ട് നിർത്തിയത്, ഈ സാധനമല്ലേ ചീട്ട് കളിച്ചിട്ട് അവളടുത്ത് പറഞ്ഞ ആ ചീട്ട് കളിച്ച കടം തീർക്കാനായിട്ട്. ഈ സാധനം അങ്ങനെ യാതൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സാധനം ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പ്രശ്നം തീർന്നതിന്. ഞാനായിട്ട് എൻ്റെ വാക്കുപോലും എടുക്കൂലായിരുന്നു. എൻ്റെ വിഷയമേ ആ കൊച്ചായിരുന്നില്ല. ഞാൻ കൈസിനെതിരെയാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈസ് പറഞ്ഞ വേർഡ് കൈസ് ഒരു കോഴിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് ഈ പെണ്ണങ്ങനെ വന്ന് പെട്ടുവെന്ന് ആ വ്യക്തി വൈരാഗ്യം വെച്ച് എൻ്റെ ചാനൽ അടിച്ച് കളഞ്ഞവളാണ് അവള്. അവളെ മനസ്സിൽ നിന്ന് അതൊന്നും ആറുകയോ ഇല്ല. ഇത്രയധികം ക്രൂക്കഡായ വേറൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, സീരിയസ്ലി. ഈ കഷായം ഗ്രീഷ്മയ്ക്ക് പോലും ഇത്രയും ക്രൂക്കഡ്നെസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇത് ഭാവിയിൽ കഷായം ഗ്രീഷ്മയേക്കാൾ വളരെ വൾഗറായ ഒരു ക്രിമിനലായിട്ട് മാറും എന്നുള്ളൊരു സംശയമേ വേണ്ട. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ആരാണോ എന്തോ ആർക്കായാലും അത് നന്നായിട്ട് ഫലിക്കും എന്നുള്ളത് തർക്കിക്കേ വേണ്ട. ജിൻഡോയെ കൂടെ നിൽക്കുന്നതായിട്ട് കാണിച്ച് ജിൻഡോയുടെയും കൂടെ വോട്ട് അവർക്ക് കൂടെ ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. പാവം തോന്നി നിങ്ങൾ വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലേലും ആ പെണ്ണ് തന്നെ ജയിക്കുള്ളൂ. കാരണം അവക്കാണ് കപ്പ്. അറ്റ്ലീസ്റ്റ് നമ്മൾ കൊടുക്കുന്ന വോട്ട് അതവിടെ ഉണ്ട് എന്നുള്ളത് സമാധാനത്തില്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത് ജിൻഡുവിനാണ്. ജിൻഡോയ്ക്കോ അഭിഷേകിനോ വോട്ട് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്യാതെ ഒരാളിലേക്ക് ലൊക്കേറ്റ് ചെയ്ത് ഒരാൾക്ക് തന്നെ വോട്ട് ചെയ്യുക. വോട്ടെങ്കിലും അവിടെ കിടക്കട്ടെ. കപ്പ് എന്തായാലും ഈ പെണ്ണിന് എന്നെ കൊടുക്കുള്ളൂ, അതിൻ്റെ ഷോ ഡയറക്ടർ. കാരണം അവൾ എന്ത് ഗോഷ്ടി കാണിച്ചാലും അതിനെ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു ഗോഷ്ടിക്ക് വാണിംഗ് കൊടുത്തില്ലെന്ന് ചോദിക്കും. അയ്യോ ഭയങ്കര വാണിംഗ് ആയിപ്പോയി. എനിക്കത് കേട്ടിട്ട് പുല്ലരിച്ചു. രോമാഞ്ച കഞ്ചുകമായി. എനിക്ക് എന്തോ ഒരു വാണിംഗ് ആയിരുന്നെന്നറിയാം. ഹൗ സ്വീറ്റ് വാണിംഗ്. ഈ ചേഷ്ടകൾ ഗോഷ്ടികളൊക്കെ കാണിക്കുകയാണ് മേഡം. ചേഷ്ടകൾ ഗോഷ്ടികളിലേക്ക് ആളുകൾ വന്നങ്ങ് കമന്ന് വീഴുകയാണ്. എന്താ അല്ലേ, കൂട്ടിനെ ഓവർലോഡ് ചെയ്തങ്ങ് ഒന്നും പറയാനില്ല. ശരി, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.